ഹായ് ഗായ്സ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്കൊക്കെ അറിയാമോ എന്താണ് ഈ കല്യാണം ഉറപ്പിക്കൽ എന്ന് പറഞ്ഞെന്നാൽ? പണ്ടൊക്കെ എൻ്റെ കാലത്ത് കല്യാണം ഉറപ്പിക്കൽ എന്നൊരു ചടങ്ങുണ്ടായിരുന്നു. മിക്കവാറും അറേഞ്ച്ഡ് മാരേജസിലൊക്കെ ആയിരുന്നു ഈ കല്യാണം ഉറപ്പിക്കൽ എന്ന പരിപാടി ഉണ്ടായിരുന്നത്. പിന്നെ പിന്നെ പ്രേമവിവാഹത്തിൻ്റെ ഒരു കാലയളവാണല്ലോ ഇപ്പോൾ. അങ്ങനെയാകുമ്പോൾ പിന്നെ ഈ ഉറപ്പീരിൻ്റെ കാര്യങ്ങളൊന്നും അധികം കേൾക്കാനില്ല. ജസ്റ്റ് എൻഗേജ്മെൻറ്റും പിന്നെ വിവാഹവും എന്നൊക്കെയാണ് കേട്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു കല്യാണ ഉറപ്പീരിന് ക്ഷണം കിട്ടുന്നത്. ഞങ്ങൾ വിചാരിച്ചത് എൻഗേജ്മെൻ്റ് ആയിരിക്കുമെന്ന് വെച്ചുകൊണ്ടാണ് അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോൾ എൻ്റെ ദൈവമേ, സ്റ്റണ്ണടിച്ചു പോയി കേട്ടോ. കാരണം ഈ പ്രതിസുത വരനും വധുവും UK-യിലാണ്. അവരില്ലാതെ എങ്ങനെ ഈ കല്യാണ ഉറപ്പീര് നടക്കുമെന്നായിരുന്നു ഞങ്ങളുടെ ചിന്ത. അപ്പോൾ കല്യാണം മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ പ്രതിസുത വരൻ്റെയും വധുവിൻ്റെയും വളരെ അടുത്ത ബന്ധുക്കൾ മാത്രം വരൻ്റെ വീട്ടിൽ കൂടിയിട്ട് രണ്ട് ഫാമിലിയും ഈ കുട്ടികളുടെ കല്യാണത്തിന് സമ്മതമാണ്, കല്യാണം എന്ന് നടത്താം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ചടങ്ങാണിത്. ഇന്ന് ഞങ്ങളുടെ കസിൻ കൊച്ചുമോൻ്റെയും നിഷയുടെയും മോൻ ലിജോയുടെ കല്യാണം ഉറപ്പിക്കലായിരുന്നു. ഇവർ കുടുംബത്തോടെ വളരെ വർഷങ്ങളായി UK-യിലാണ്. കൂടാതെ പ്രതിസുത വരൻ ലിജോയും വധു ടിൻറ്റുവും UK-യിലാണ്. എന്നിരുന്നാലും ഇവർക്കെല്ലാവർക്കും നമ്മുടെ കേരളത്തിൻ്റെ ആചാര മര്യാദകൾ അനുസരിച്ച് വിവാഹിതരാകണം എന്ന ആഗ്രഹത്തിനാലാണ് ഇന്ന് ഈ സൂം കല്യാണം ഉറപ്പിക്കാൻ കാരണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ലിജോയും ടിൻറ്റുവും UK-യിലാണ്. അതുകൊണ്ട് അവര് സൂമിൽ വന്നാണ് ഈ പരിപാടികളൊക്കെ കണ്ടതും വിവാഹം ഉറപ്പിച്ചതും. എനിവേ, ഞങ്ങളുടെ സ്വന്തക്കാരെയൊക്കെ കാണുവാനും അവരുമായി കുറച്ച് സമയം ചെലവഴിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം തോന്നി. അതിനുശേഷം ആ മധുര സ്മരണകളെ അയവിറക്കുകയാണ് ഞാനും ഹസ്ബൻഡും കൂടി. ലിജോയ്ക്കും ടിൻറ്റുവിനും എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. കാൺ വെയിറ്റ് ടു സീ യുവർ വെഡിങ്.